പക്ഷേ കൈബലമില്ലാത്ത യോഹന്നാനും പത്രോസും കൂടെ, അന്ന് ഒരു ബലവും ഇല്ലാത്ത ഇവര് യേശുവിനെ ക്രൂശിക്കാൻ വിധിച്ച് അതേ മഹാപുരോഹിതൻ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. 35 ദിവസങ്ങൾക്ക് മുൻപ് അതേ ന്യായവിസ്താരം നടത്തിയ മഹാപുരോഹിതൻ ചട്ടയും കൂടും മാർപ്പതക്കവും അതേ അധികാരത്തിന്റെ കീഴിൽ 72 പേരടങ്ങുന്ന സന്നിധിയും സംഘത്തിന്റെ അധ്യക്ഷനായിട്ട് ഇരുന്നിട്ടാണ് കയ്യും കെട്ടി നിൽക്കുന്ന കർത്താവിനെ വിസ്തരിച്ചിട്ട് ഇവനെ ക്രൂശിക്കണം, ഇവനെ ക്രൂശിച്ചേ മതിയാകും. അവരുടെ ആജ്ഞകളായിരുന്നു, അവരുടെ ആഗ്രഹമായിരുന്നു. സാധാരണ ക്രൂശീകരണം അല്ലായിരുന്നു. വിഷയം ഭയങ്കരമാണ്. പക്ഷെ അതിൽ പോയാൽ നമ്മള് ക്രൂശീകരണത്തിൽ പോയാൽ മാറിപ്പോ. എന്റെ വിഷയം അതല്ല. യേശുവിനെ കൊന്നേ മതിയാകും. ഭയങ്കര ഒരു അരമണിക്കൂർ പ്രസംഗിക്കണം ആവശ്യം. അത് വിട്ടിട്ട് പറയട്ടെ. അപ്പോ കർത്താവായ യേശുവിനെ ഇവർ കൊല്ലാൻ സാക്ഷികളെ നിർത്തി. ആരാ നിർത്തുന്നത്? മഹാപുരോഹിതനാ നിർത്തുന്നത്. മഹാപുരോഹിതന് പോലും യേശുവിനെ മനസ്സിലായില്ല. ഈ നിൽക്കുന്നത് മശികയാണെന്ന് ആർക്ക് മനസ്സിലായില്ല? അന്നത്തെ പുരോഹിതന്മാർക്കും ന്യായശാസ്ത്രികൾക്കും മനസ്സിലായില്ല. പിന്നെ ഇവിടുത്തെ സാധാരണക്കാരനായ ക്രിസ്ത്യാനിക്ക് മനസ്സിലാകത്തില്ലല്ലോ. യാഥാർത്ഥ്യത ഇതൊരു പൊരുളാണ്, ഇതൊരു മർമ്മമാണ്. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ദൈവരാജ്യം മറയപ്പെട്ടിരിക്കുന്ന ഒരു രഹസ്യമാണ്. ദൈവിക വിഷയം അങ്ങനെയാണെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. അപ്പോ കർത്താവിനെ ക്രൂശിച്ച് അതേ മഹാപുരോഹിതൻ, അതേ കണ്ണുകൾ, അതേ മനുഷ്യർ രണ്ടുപേരും വന്ന് നിൽക്കുകയാണ്. അവര് രണ്ടുപേരും ആകപ്പാടെ 3.5 വർഷം യേശുവിനോടുകൂടെ നടന്ന പരിചയവും പഴയ ഭയശീലരായിരുന്നു, പേടിയുള്ളവരൊക്കെ ആയിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ നിഴലിട്ട് അവരുടെ ശരീരത്തിന്റെ മേൽ ഇറങ്ങി അവരുടെ ആത്മമണ്ഡലത്തെ ബലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവരുടെ ഭാഷയ്ക്കൊരു മാറ്റം, അവരുടെ ധൈര്യത്തിനൊരു മാറ്റം, അവരുടെ വാക്കുകൾക്കൊരു മാറ്റം, അവരുടെ കണ്ണുകൾക്കൊരു മാറ്റം, അവരുടെ ആ വിശ്വാസത്തിനൊരു മാറ്റം, എന്തോ ആഴത്തിലൊരു രൂപാന്തരം വന്നിട്ട് ഇവരെയും ചങ്ങല ധരിപ്പിച്ച് കൊണ്ടുവന്ന് അതേ മഹാപുരോഹിതന്റെ മുൻപിൽ നിർത്തിയപ്പോ അവരോട് അമർച്ചയായിട്ട് കൽപ്പിച്ചു, മിണ്ടരുത്. ചില കവലകളിൽ നമ്മൾ പ്രസംഗിക്കുമ്പോഴും ചിലര് വന്ന് ഇവിടെ പ്രസംഗിക്കേണ്ടത് പറയും. വേണ്ട, വിഷയത്തിലേക്ക് വരാം. നിങ്ങളോട് അമർച്ചയായിട്ട് ഇതുവരെ കൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും? സുവിശേഷത്തിന് വേണ്ടി ആരെങ്കിലും പാടുകൾ ഏറ്റിട്ടുണ്ടോ? അവർ മാറി. ഈ നാമത്തെ കുറിച്ച് ഇനി എന്ത് ചെയ്യരുത്? മിണ്ടരുത്. മഹാപുരോഹിതന്റെ കണ്ണിൽ കനൽക്കട്ട എരിയുകയാണ്. ഈ മാർഗക്കാരെ മുടിച്ചേ മതിയോ? പത്രോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, സഹോദരന്മാരെ, ഞങ്ങൾ ദൈവികമായതിനാണോ അനുസരിക്കേണ്ടത്, മാനുഷികമായതിനെയാണ്? ബൈബിൾ പറയുക, യേശുവിനെ ക്രൂശിച്ച അതേ മഹാപുരോഹിതന്റെ മുഖത്തേക്ക് വിരലങ്ങോട്ട് നീട്ടി. കണ്ടനാളം ഇടറിയില്ല, കണ്ണ് ചിമ്മിയില്ല, ഭയം ഒട്ടും ആ മുഖത്തില്ലായിരുന്നു. അല്ലയോ ദേശമേ, മഹാപുരോഹിതന്മാരെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷപ്പെടാൻ നിങ്ങൾ മതം പറയുന്ന 613 ജൂതകൽപ്പനകളും 5 യാഗങ്ങളും 7 ഉത്സവങ്ങളും അതിന്റെ തകൃതിയും നടത്തിക്കൂട്ടി നിങ്ങൾ ആരാധിച്ചാലും ദൈവം നിങ്ങളിൽ പ്രസാദിക്കത്തില്ല. രക്ഷപ്പെടാൻ ഒരേ മാർഗം, ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ വേറൊരു നാമവും ഇല്ല.